ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഒരു പഴവും അരക്കപ്പ് അരി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ അരി നമ്മൾ ചോറൊക്കെ വെക്കണ പീങ്ങൽ അരി ഉണ്ടാവില്ല, അതാണ് എടുത്തിട്ടുള്ളത്. റേഷൻ അരി ടൈപ്പിലുള്ള ഒരു അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ പഴം ഒന്ന് പീങ്ങിയെടുക്കും വേണം. അപ്പോൾ അരി വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. ചട്ടി നല്ലോണം ചൂടാകുമ്പോൾ നമ്മളെടുത്ത് അരിയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അരി ഇങ്ങനെ പൊട്ടി ഒരു വെള്ള കളറിലായി മാറും. അപ്പോൾ അരി മാങ്ങി വെക്കുക, അടുത്ത അരി ഇട്ട് കൊടുക്കുക, അങ്ങനെ വറുത്തെടുക്കുക കേട്ടോ അരിയൊക്കെ. പിന്നെ അത് പഴം ഞാൻ ആവിക്ക് വെച്ചിട്ടാണ് പീങ്ങി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടും റെഡിയാക്കി വെച്ചു. പിന്നെ ഈ അരിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുത്തേക്കാം. ഇത് വേണമെന്നൊന്നുമില്ല, ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. പിന്നെ നമുക്കിതൊക്കെ പഞ്ചസാര വേണം. അപ്പോൾ പഞ്ചസാരയൊക്കെ മധുരത്തിനനുസരിച്ച് എല്ലാവർക്കും കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. അരി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിൻ്റെ വലിയ ജാർ തന്നെ എടുത്തുക്കണം, കാരണം ഇതിൽ നമുക്ക് ഇനി പഴം ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ ജാറായാലും നടക്കില്ല എന്ന് എഴുതിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അരി ഒന്ന് നല്ലോണം പൊടിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ പഴം ചെറിയ നുറുക്കളാക്കി ഇട്ട് കൊടുക്കുക, ഒന്ന് പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നല്ല മധുരത്തിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടു. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോണ്ടു. എന്നിട്ട് ഇതാ പൊടിച്ചെടുത്താൽ ഇതുപോലെ ഉരുട്ടാൻ പാകത്തിന് കിട്ടും. ഇതൊന്നും കൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനി ഈത്തപ്പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തേങ്ങ ചിരകിയിട്ട് ആ തേങ്ങ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങേൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂൺ ഹോർലിക്സിൻ്റെ ബൂസ്റ്റിൻ്റെ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു പൊടി ചേർത്ത് കൊടുക്കുക, ഒരു സ്പൂൺ. അല്ലെങ്കിൽ ഇനി കൊക്കോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ ഈത്തപ്പഴം ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയും കൂടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. നമ്മൾ വെറും തേങ്ങയും പഴവും പഞ്ചാരയൊക്കെ ആയി നമ്മൾ എപ്പോഴും തിന്നുന്ന ടേസ്റ്റ് അല്ലേ ഉണ്ടാവും. അതിന് മാറിയിട്ടൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് നെയ്യിലാണ് ഞാനിത് ഉരുട്ടിയെടുക്കണത്. കൈമ കുറച്ച് നെയ്യാക്കി കണ്ടാണ് ഉരുട്ടിയെടുക്കണത്. നമുക്ക് വെറുതെ ആണെങ്കിൽ ഉരുട്ടാൻ പറ്റും, പക്ഷേ ഞാൻ നെയ്യാക്കണത് നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ അതൊരു രസം കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഉരുട്ടിയെടുത്താലും മതി, നിങ്ങൾക്ക് നെയ്യൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഉരുട്ടിയെടുത്തത് എന്ത് ചെയ്തേക്കണം, വീഡിയോ എടുക്കായതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് ചുരുക്കൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മൾ ആ അരിമണി വറുത്തിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, അതിലൊന്നും ഉരുട്ടിങ്ങാണ്ട് എടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല, നമുക്ക് വെറുതെ ഉരുട്ടിയാൽ മതി. ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചുരുക്കുണ്ടാവും. ഇപ്പോൾ കണ്ടോ, നല്ല രസമല്ലേ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ കാണാൻ. ഇതിപ്പോൾ നമ്മൾ പഴവും അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും തോന്നണില്ലല്ലോ കാണുമ്പോൾ. അങ്ങനെ രസത്തിന് വേണ്ടി വെറുതെ ചെയ്തു എന്നുള്ളൂ. ഇത് ആവശ്യമില്ല, നമുക്ക് വെറുതെ ഉരുട്ടിയിട്ട് അങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ പഴമൊക്കെ പൗത്ത് പോകുന്നുണ്ടെങ്കിൽ പഴം പൗത്ത് കുറേ ഇരിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ എല്ലാവർക്കും കഴിച്ചും ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പാടെ എന്താ ഉണ്ടാക്കാമെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ കുറേ ആൾക്കാർക്ക് കഴിച്ചത്. പിന്നെ ഉരുട്ടണീനനുസരിച്ചായിട്ട് ഇതിൻ്റെ അളവ് കൂടും കുറേയൊക്കെ ചെയ്യും, നമ്മളെ ഉരുളൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.